ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കാണിക്കുന്നത് നമ്മൾ ഒരു റൂമിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു പാക്കേജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഞങ്ങൾ പാക്ക് ചെയ്യണതും നമ്മളൊരു 2-3 ഡേയ്സ് എടുത്തിട്ടാണ് നമ്മളത് പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും എനിക്ക് തോന്നുന്നു 3 to 4 ഡേയ്സെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഫ്ലാറ്റിൻ്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ അതൊക്കെ രസമല്ലേ. അങ്ങനെ ഞാനെടുത്ത കുറച്ച് ഷോർട്സാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ജസ്റ്റ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ ഒരു 1 day മുന്നാണ് നമ്മൾ ഈ ഒരു പാക്കിങ് തുടങ്ങുന്നത്. കാരണം അതിന് മുന്നേ ചെയ്ത് വെച്ച് വളരെ ഇങ്ങനെ സമയം കളയണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തീരുമല്ലോ. കാരണം നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാം. അങ്ങനെ വേഗം ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ കുറേയൊക്കെ ഞങ്ങളുടെ സാധനങ്ങൾ ട്രോളിയിൽ തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിവിടെ ആദ്യം കൊണ്ടുവച്ച് പിന്നെ നമ്മൾ പിന്നെയും പോയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2-3 ട്രോളികളിൽ ഇങ്ങനെ സാധനങ്ങൾ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുവിധം പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി റിട്ടേ വന്നു. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങൾ ഇന്ന് നമുക്ക് ഫ്ലാറ്റിൽ പോയി കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഒരൊറ്റ ട്രിപ്പിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് ഇന്ന് എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ നാളെ വന്നിട്ട് മൂവേഴ്സിനെ കൊണ്ട് എടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതാകുമ്പോൾ നമ്മുടെ കട്ടില, സോഫ, പിന്നെ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരെ കൊണ്ട് എടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രം ഒരൊറ്റ ട്രിപ്പിൽ കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങളുടെ പഴയ റൂം വിട്ടിട്ട് ദുബായിലേക്ക് ഞങ്ങൾ ചേഞ്ച് ആവാണ്. ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളപ്പോ ഷാർജാനെ വിട്ട് നമ്മൾ ദുബായിലേക്ക് പോവാണ്. ഇനി അവിടെ പോയിട്ട് നമ്മുടെ പുതിയ റൂം കാണാം. അപ്പൊ ഷാർജയിലെ നമ്മുടെ 1 BHK മാറിയിട്ട് അതിലും റേറ്റ് കൂടിയിട്ടാണ് നമ്മൾ ദുബായിൽ സ്റ്റുഡിയോ എടുത്തേക്കണേ. അതൊരു വെറൈറ്റിയാണ് കേട്ടോ. പക്ഷേ സ്റ്റുഡിയോയിൽ അത്ര സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അതെന്തിനാണ് പറഞ്ഞത്? അവിടെ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. ഇനി ബാക്കി പാക്കിംഗ് ഒക്കെ മൂവെടുക്കാം. ഫ്ലാറ്റ് മാറുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. 4 സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ ഇറങ്ങി 2-3 ട്രിപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് കൊണ്ട് ഇറക്കിയത് സാധനങ്ങൾ. പിന്നെ പാർക്കിംഗ് ഓപ്പൺ ചെയ്യാനായിട്ട് വാച്ച്മാനെ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ വരാൻ കുറച്ച് ടൈം എടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റാനും ടൈം എടുത്ത്. നല്ല ഹ്യൂമിഡിറ്റിയാണ്. നമ്മുടെ ഫേസൊക്കെ കണ്ടാൽ അത്രയും വേർത്തിട്ടാണ് നിൽക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്നൊരു കുറച്ച് ദൂരമുണ്ട് നമ്മുടെ പുതിയ ലൊക്കേഷനിലോട്ട്. അവിടെ ചെന്നു. നമുക്ക് അവിടുത്തെ വാച്ച്മാൻ കീയും നമ്മുടെ എൻട്രൻസ് കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കണം. ഇനി അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും എടുക്കാനുള്ളതൊന്ന് നോക്കണം. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ഇനി അടുത്ത പാക്കിങ് തുടങ്ങണം. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോയാണ്. പിറ്റേ ദിവസം നമ്മൾ മൂവേഴ്സൊക്കെ വന്നു. അപ്പോൾ മൂവേഴ്സ് വരണേക്കാൻ മുന്നേ നമ്മൾ എന്താ പറയുക, അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അതുപോലെ ആക്കി വെക്കേണ്ടത്. അപ്പോൾ അതുപോലെ റെഡി ആക്കി വെച്ചു. കുറേയൊക്കെ സാധനങ്ങൾ നമ്മളിങ്ങനെ സൈഡായിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാക്ക് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ അവർ രാവിലെ തന്നെ വന്നിട്ടൊരു 10 മണി ആ സമയമായപ്പോഴേക്കും തന്നെ അവരെത്തി. നമുക്കൊരു 2 hours കൊണ്ട് എല്ലാം നമ്മൾ പാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യണേക്കാൾ മുന്നേ നമ്മളൊരു ഫ്ലാറ്റിൻ്റെ ഒരു റഫ് വീഡിയോ എടുത്ത് വെച്ചതാണ്. അത് അവരിങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. ഫ്രിഡ്ജിന് വളരെ സേഫായിട്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അപ്പോൾ നല്ലൊരു സർവീസായിരുന്നു. അങ്ങനെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ വന്ന് അവർ നമുക്കിത് എല്ലാം ഫിറ്റ് ചെയ്ത് തരും. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഫിറ്റ് ചെയ്ത് തന്നു. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഒതുക്കണം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകുതി ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ഇതാക്കിയിട്ട് വരണം. പിന്നെ ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെയും അവിടെ പോയി സാധനങ്ങൾ എടുത്തിട്ട് വന്നു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം മൊത്തം ഷിഫ്റ്റിങ്ങും പാക്കിങ്ങും ഒക്കെ ആയിരുന്നു, അൺപാക്കിങ്ങും ഒക്കെ ആയിരുന്നു.
ഏകദേശം ഒതുക്കലും കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്ലീനിങ്ങിലേക്കും ഒതുക്കലിലേക്കൊട്ടും കടന്നു. അങ്ങനെ ഏകദേശം എല്ലാ പണികളും അന്ന് തന്നെ തീർത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫൈനൽ ലുക്ക്.